ഇത് തന്നെ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലുമൊക്കെ നായ്ക്കളുടെ കടിയേറ്റ് ആളുകൾക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്നത് അല്ലെങ്കിൽ ഉത്തരവെന്നത് പൊതു ഇടങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും നായ്ക്കളെ ശരി ഇപ്പോൾ ഈ മൃഗസംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീമതി രതി ദേവിയുണ്ട്. ശ്രീമതി രതി ദേവി, കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ്. അതിപ്പോൾ അതിൻ്റെ ഒരു പ്രായോഗികതയൊക്കെ പ്രശ്നമാണ്. എങ്ങനെ അത് സാധ്യമാകുമെന്നത് സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എങ്ങനെ ഈ ഒരു അപകട ഭീഷണി, ഇപ്പോൾ ഇതിനെ കൊന്നുതള്ളുക എന്നത് ഒരു വഴിയല്ല, പക്ഷേ നമുക്ക് ഈ അപകട ഭീഷണി അകറ്റി നിർത്തിയും വേണം. എന്ത് ചെയ്യും നമ്മൾ? അതായത് ഇപ്പൊ ഈ കോടതി ഒരു നല്ല ഉദ്ദേശത്തിലായിരിക്കും പറഞ്ഞത്, അല്ലെ? പക്ഷെ ഇത് മിസ്യൂസ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് നല്ല ഷെൽട്ടറുകള് നായ്ക്കൾക്ക് അതിനൊരു ഇടം കൊടുക്കുന്നത് നല്ലതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതും കുറെ ഭയങ്കരമായിട്ടും മോശമായിട്ടാണ് ആൾക്കാരിൽ നിന്ന് പ്രശ്നം അനുഭവിക്കുന്ന നായ്ക്കളെ. അതുങ്ങളെ ബലാത്സംഗം ചെയ്യുക, പിന്നെ ഈ നമ്മുടെ മനുഷ്യരാണെങ്കിൽ തന്നെ കൊച്ചുകുട്ടികളെ വരെയും കഴുത്തെടുത്ത് കൊല്ലുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനത്തെ ഒരു റോഡിലൊന്നും ഇതുങ്ങളും സേഫ് അല്ല. മനുഷ്യരും അതിൽ നിന്ന് രക്ഷപ്പെടും. കടിയുന്നു അല്ലെങ്കിൽ മനുഷ്യർക്കുള്ള പേടിയൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടും. നല്ല ഷെൽട്ടറുകൾ കൊടുക്കണം. ഷെൽട്ടറുകൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉദ്ദേശത്തിലുള്ള ഷെൽട്ടറുകൾ ഉണ്ട്, അത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ ഷെൽട്ടറുകൾ എന്നത് ABC കേന്ദ്രങ്ങൾ തന്നെ പലയിടത്തും ഒന്ന് സെറ്റപ്പ് ആക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണ്. ഇപ്പോൾ ഈ നായ്ക്കളെ കൂട്ടമായിട്ടൊക്കെ ഒരിടത്ത് താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ചുറ്റുപാടുമുള്ളവരൊക്കെ അതിനെതിരെ പ്രതിഷേധമായിട്ട് വരും. ആളുകളെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രായോഗികമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ KSRTC സ്റ്റാൻഡിലൊക്കെ പോയിട്ടുള്ളതാണല്ലോ, അങ്ങ് അവിടെ AC ക്യാബിൻ വരെയുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ചിലപ്പോൾ പട്ടിയുടെ കടിയുള്ളൂ. കാരണം തെരുവ് നായ്ക്കളിങ്ങനെ ഓടി, ഇപ്പോൾ എല്ലാം ഉപദ്രവകാരികളല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കാം? അപ്പോൾ നമുക്ക് ആ ഒരു സീൻ മാറുകയും വേണം. ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. ഈ മൃഗങ്ങളോട് ഒരു കരുണ വേണം. എന്താണ് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രായോഗികമായിട്ട് ഒരു പോംവഴി എന്താണ്? പ്രായോഗികമായിട്ട് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഞങ്ങളുടെ സ്ഥലങ്ങളില് ഞങ്ങൾ കൃത്യമായിട്ട് വന്ധീകരണം ചെയ്യേണ്ടത്, കൃത്യമായിട്ട് വാക്സിനേറ്റ് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് ഫീഡ് ചെയ്യേണ്ടത്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാല്, ഈ ഫീഡിങ്, അതായത് ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വയലന്റ് ആവും, അത് കടിക്കും. വിശന്നാ ഏത് ജീവിയും കടിക്കുമല്ലോ, അറിയാലോ. അത് പിന്നെ അതിന് ഉപദ്രവിക്കും. നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ മാനസികാവസ്ഥ വളരെ മോശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നായ്ക്കൾ മോശമായത്. ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. ഇത് ഗ്രൗണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാലോ. ഞാനിവിടെ എന്റെ ഏരിയയില് ഞങ്ങൾ ഭക്ഷണം കൊടുക്കണ്ട്. ഞങ്ങള് കൃത്യമായിട്ട്, നമുക്ക് ഒരു വലയും വേണ്ടില്ല, ഓടിച്ചാടിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് ഞാൻ എല്ലാത്തിനും ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും കൈകൊണ്ട് പിടിക്കാം, വാക്സിനേറ്റ് ചെയ്യാം, ഒരെണ്ണം മിസ്സിംഗ് ആവൂല, ഇതിന് ബന്ധീകരിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ പറയുന്ന അതാണ് പ്രായോഗികമായ രീതി എന്നാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ ഈ പറഞ്ഞ പോലെ ഇത് എത്ര കണ്ട് കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന ഒരു പ്രശ്നം തന്നെ. വളരെ നന്ദി ശ്രീമതി രതി ദേവി പ്രതികരിച്ചു. ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് സജീവ് എന്നൊരു പ്രേക്ഷകനുണ്ട്. ശ്രീ സജീവ്, പറയൂ. തൊടുപുഴ എല്ലായിടത്തും തെരുവുനായ ശല്യമില്ലാത്തൊരു സ്ഥലമില്ല. ഇപ്പോൾ ഈ കോടതി പറഞ്ഞ കാര്യത്തോട് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? എന്താണ് ഈ പ്രശ്ന പരിഹാരത്തിന് താങ്കളുടെ മുമ്പിലുള്ള ഒരു വഴി? നമസ്കാരം സാറേ. നമസ്കാരം, പറഞ്ഞോളൂ. അതെ, പിന്നെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് കരുവാറ്റയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ഇവിടെ തെരുവ് നായയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇവിടെ അറവ് മാലിന്യങ്ങള് ഇവിടെ ഹരിപ്പാട് ഈ കരുവറ്റ പ്രദേശങ്ങളിൽ കൊണ്ടുവന്ന് ആൾക്കാർ കൊണ്ടുവന്ന് വഴിയോരങ്ങളിൽ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോകുന്ന ഒരു സംഭവമുണ്ട്. അത് ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് തെരുവ് നായ്ക്കളെ റോഡ് സൈഡിലെ ഒരു സംഭവമുണ്ട്. അപ്പൊ ആ റോഡ് സൈഡിൽ ഇങ്ങനെ അറവുമാലിന്യം കിടക്കുമ്പോൾ നായ്ക്കൾ അവിടെ കൂട്ടമായിട്ട് വന്നിട്ട് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പല അപകടങ്ങള്, അതായത് നിരന്തരം ടൂ വീലർ അപകടങ്ങളാണ് കൂടുതലായിട്ടും. ശരി, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കോടതി പറഞ്ഞ കാര്യത്തിലേ ഈ പൊതുവിടങ്ങളിൽ നിന്ന് നായ്ക്കളെ മുഴുവൻ തെരുവുനായ്ക്കളെ ഒഴിവാക്കണമെന്നാണ് കോടതി പറയുന്നത്. അത് നടക്കും എന്ന് സജീവനൊരു വിശ്വാസമുണ്ടോ? നഗരസഭയിൽ നിന്നോ നമുക്ക് അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തി ഇവറ്റകളെ ഒന്നിൽ വന്ധീകരണം നടത്തുക, അല്ലെങ്കിൽ ഇവറ്റകളെ കൊല്ലാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ഒരു വ്യവസ്ഥ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, വളരെ നന്ദി സജീവൻ. ഇപ്പോൾ ഈ പുറമേക്ക് നമ്മൾ ഇത് വലിയ പ്രശ്നമാണ്. മൃഗങ്ങളോടുള്ള സ്നേഹം, കരുതലൊക്കെ ഉണ്ട്. മനുഷ്യൻ്റെ ജീവൻ സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഏതും എക്സ്ട്രീമിലേക്ക്, മൃഗസ്നേഹവും എക്സ്ട്രീമിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യന് മാത്രം കരുതലെന്നതും എക്സ്ട്രീമിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഒരു കൃത്യമായ ഒരു ബാലൻസ് ഇതിനെ കൊണ്ടുപോകാൻ കഴിയണം. ഇപ്പോൾ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ ഈ വന്ധ്യകരണം വളരെ കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയണം.
ഒരു തരത്തിലും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നായ്ക്കൾ തെരുവിൽ ഉണ്ടാകരുത് എന്ന് ഉറപ്പ്. ഇപ്പോൾ ഒരു റോട്ടിൽ പട്ടിയെ പാടില്ല അല്ലെങ്കിൽ നായയെ പാടില്ല എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഈ ഭൂമി അവരുടേത് കൂടിയാണ്. പക്ഷേ അപകടകരമായ നിലയിലുള്ള നായ്ക്കൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ജാഗ്രതയെങ്കിലും വേണം. കാരണം നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ എത്രയോ CCTV ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാകും. കുട്ടികളെ ഓടിച്ചിട്ട് കടിക്കുന്നതും കുട്ടികൾ ചെറിയ ഒരു ഭാഗ്യത്തിനൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാകരുത്. ഇപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ജീവൻ സുരക്ഷിതമാകണം, മൃഗങ്ങളോടുള്ള ഒരു കരുതൽ അവിടെ വേണമെന്ന് താനും. അപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന ഈ കാര്യം വളരെ കാര്യക്ഷമമായി സംസ്ഥാന സർക്കാരിന് ഉപയോഗിക്കാൻ കഴിയട്ടെ. ABC കേന്ദ്രങ്ങൾ, അത് ABC കേന്ദ്രങ്ങളെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് നിരന്തരം തന്നെ എന്നോണം ക്യാമ്പയിൻ ഒക്കെ ആയിട്ട് നമ്മൾ വാർത്തകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ സർക്കാരും പല പല കാര്യങ്ങൾ, ഇപ്പോൾ ഒരിടത്ത് ABC കേന്ദ്രം തുടങ്ങാമെന്ന് തീരുമാനിക്കുമ്പോൾ അവിടെ ചുറ്റുമുള്ളവർ അതിനോട് എതിർപ്പുമായി രംഗത്ത് വരും. അപ്പോൾ എന്ത് ചെയ്യും? സംവിധാനം അവിടെ പ്രതിസന്ധിയിലായി പോകും. ഇത് വലിയ പ്രശ്നമാണത്. ഈ രംഗത്ത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങൾ പഠിച്ച് ഒരു തീരുമാനമെടുക്കേണ്ട വിഷയമാണ്. അപ്പോൾ പെട്ടെന്ന് വൈകാരികമായിട്ട് എല്ലാത്തിനും കുന്നുകളായെന്നോ അല്ലെങ്കിൽ മറ്റൊരു തീരുമാനം എടുക്കുക അങ്ങനെയൊന്നും എടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ കോടതിയുടെ ആ നിർദ്ദേശം പൊതു ഇടങ്ങൾ സുരക്ഷിതമാക്കാൻ ഉദ്ദേശമുള്ളതാണ്. ഇപ്പോൾ നായ്ക്കളെന്ന് മാത്രമല്ല മറ്റു ജീവികളും, കന്നുകാലികളൊക്കെ അലഞ്ഞ് നടക്കുന്നൊക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പൊക്കെയാണെങ്കിൽ നമുക്കറിയാം ഈ പഞ്ചായത്തുകളിലൊക്കെ പഞ്ചായത്തിൻ്റെ ഒരു തൊഴുത്തൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അലഞ്ഞ് നടക്കുന്ന പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കെട്ടിയിടുക എന്ന് പറഞ്ഞ പരിപാടി. ഇപ്പോൾ എനിക്കാണ് അത്തരം സംവിധാനങ്ങളില്ലാണ്ടായി. പകരം നായ്ക്കളെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ABC കേന്ദ്രങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുക, ആളുകൾ കടിയേൽക്കാതിരിക്കുന്ന, സുരക്ഷിതമായി നാട്ടുകാർക്ക് റോഡിലൂടെ ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുക എന്നാണ്. ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, വേണു കൊടുങ്ങല്ലൂരിൽ. ശ്രീ വേണു, പറയൂ, കോടതിയുടെ ഇന്നത്തെ ഒരു തീരുമാനം, അത് അതിൻ്റെ ഒരു പ്രായോഗികത, സുരക്ഷിതമായി നമുക്ക് റോട്ടിൽ നടക്കാൻ കഴിയുന്നൊരു ദിവസം ഉണ്ടാകുമോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ പട്ടിപട്ടഞ്ചാൽ 8 ബൈക്കിൽ നിന്ന് ഒരു ആക്സിഡന്റ് പറ്റിയ വ്യക്തിയാണ്. അപകടം പറ്റിയ ആളാണ് ഞാൻ. വളരെ കുട്ടികളെയൊക്കെ പട്ടി കടിച്ചെന്നൊക്കെ TVയിലും അല്ലാണ്ട് നേരിട്ടും ഇവിടെ കാണുന്നതിലേ ഭയങ്കര സങ്കടമാണ്. കാരണം മനുഷ്യ ജീവന് ഒരു വിലയില്ലാത്തൊരവസ്ഥ. അതാണ്. അപകടം ഉണ്ടായിട്ട് എത്ര കാലമായി? വലിയ പരിക്കൊക്കെ പറ്റിയിരുന്നോ? 2-3 വർഷമായി. പിന്നെ പരിക്കൊക്കെ പറ്റി. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്തൊക്കെ ഞാനൊരു കൊച്ചിനെയൊക്കെ ഓടിച്ചിട്ട് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഓടിച്ചിട്ട് ഇവിടെ കൊടുങ്ങൂർ ക്ഷേത്ര കോമ്പൗണ്ടിൽ പോലും, അതായത് ഇന്നലെ ഒരാളെ കണ്ട് പറയാം അമ്പലത്തിൽ വരാനുള്ള അവിടെ പട്ടികളുടെ ഭയങ്കര ശരിയാണ്. ഒരു ഡോക്ടർ പറയാ. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റേ ഇതൊന്നും ആവശ്യമില്ല. ഇനിയിപ്പോ കുട്ടികളെ ഏറ്റവും സ്പീഡായിട്ട് ഇത് ആലോചിക്കാനും പിടിക്കാനും എത്രയും പെട്ടെന്ന് പിടിച്ചു മുമ്പൊക്കെ ചെയ്തിരുന്നാണല്ലോ, പിടിച്ച് അത് കൊന്നുകളയുക. അതാണ് ഏറ്റവും ലാഭകരം. അങ്ങനെയും നമുക്കൊന്നും അങ്ങനെയും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങയുടെ അനുഭവം അല്ലേ, അദ്ദേഹം ബൈക്കിൽ നിന്ന് വീണ് അപകടമൊക്കെ പരിക്കേറ്റ ആളാണ്. അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വൈകാരികമായ അവസ്ഥയിലേ പറയാൻ കഴിയൂ. അപകടം ഒഴിവാക്കുക എന്നത് പ്രധാനമാണ്. കൊന്നുകളയുക എന്നതും ഒരു പോംവഴിയെ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ABC കേന്ദ്രങ്ങളൊക്കെ നന്നായി പ്രവർത്തിക്കുക എന്നതാണ് വേണ്ടത്. വളരെ നന്ദി ശ്രീ വേണു. കോഴിക്കോട് നിന്ന് ശ്രീ സുരേന്ദ്രൻ എന്ന പ്രേക്ഷകനുണ്ട്. ശ്രീ സുരേന്ദ്രൻ, പറയൂ, എന്താണ് താങ്കളുടെ അഭിപ്രായം? തിരുവാതിരയുടെ വരുന്നുണ്ട്. അപ്പോ പച്ചക്കരണം കൊണ്ട് ഈ പേവിഷബാധ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, ക്ലിയർ ആയില്ല, എനിക്ക് ഒന്നുകൂടി പറയാമോ? വന്ധ്യകരണം കൊണ്ട് പേവിഷബാധ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെയാണ് മുൻപിലുള്ള വഴി എന്നാണ് ഇതിന്റെ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ. വന്ധ്യകരണം നടത്തുക, കൃത്യമായിട്ട് വാക്സിനേഷൻ നടത്തുക, ഇതൊക്കെ ചെയ്ത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കുറയില്ലല്ലോ. ക്ലിയർ ആയില്ല, എണ്ണം കുറയില്ലെന്നാണോ ചോദിച്ചത്? കുറയില്ലല്ലോ. ഒന്ന് അങ്ങയുടെ ടെലിഫോണിലൊരു പ്രശ്നമുണ്ട്, ഒന്ന് കട്ട് ചെയ്ത് വിളിക്കാം. എനിക്ക് ക്ലിയർ ആയില്ല താങ്കൾ പറഞ്ഞത്, അതുകൊണ്ടാണേ. ശരി, അമൽ കൃഷ്ണനുണ്ട് കൊല്ലത്ത് നിന്ന്. അമൽ, പറയൂ അമൽ. സാറേ, ഞാൻ കൊല്ലത്തിനാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഈ ആസാമ പഞ്ചായത്താണ്. ഇവിടെ ഒരുപാട് തെരുവുനായ ശല്യമുണ്ട്. നമ്മള് പരിഹരിക്കാന്ന് ആൾക്കാർ തന്നെ കുറച്ച് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും. നമ്മൾ തന്നെ ഫുഡ് കൊടുത്ത് അതിനെ വളർത്തി നമ്മൾ തന്നെ കടി വെക്കുന്നൊരു കാശ് കൊടുത്ത് പട്ടിയെ മേടിക്കുന്ന അവസ്ഥയാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പൊ നേരത്തെ പറഞ്ഞ അമൽ കേട്ടോന്ന് എനിക്കറിയില്ല. ഈ ഫുഡ് കൊടുത്തില്ലെങ്കിൽ ഇവ വിശന്ന് നടന്ന് അതും ഇവയെ അക്രമത്തിന് പ്രേരിപ്പിക്കുമെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുള്ളതാണ്. നമ്മളതിനെ വളർത്തിയെടുക്കുകയാണ്. നമ്മൾ ഇനിയും വളർത്തിയത് സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിനെ കുറ്റം പറഞ്ഞേണ്ട കാര്യമില്ല. നമ്മൾ ആഹാരം കൊടുത്ത് അതിനെ വീണ്ടും വീണ്ടും വളർത്തിയെടുക്കുകയാണ്. അത് വളരാൻ വേണ്ടി നമ്മൾ വീണ്ടും അവസരം ഒപ്പിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് പേർക്ക് അടി കേൾക്കുന്നുണ്ട്. നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കോ വന്ധ്യീകരണമൊക്കെ നടത്തുക, പിന്നെ ഉള്ളതിന് ഭക്ഷണം കൊടുക്കാതിരിക്കാനും കഴിയില്ല. വന്ധ്യീകരണമൊക്കെ നടത്തി പെരുകുന്ന ഒരു സാഹചര്യം അല്ലേ, നായ്ക്കൾ പെരുകുന്ന ഒരു സാഹചര്യം കുറയ്ക്കാൻ ശ്രമിക്കുക. പെരുകുന്നൊരു 1000 കുറയ്ക്കാൻ നമ്മൾ തന്നെ വിചാരിക്കാം സാർ. മറ്റുള്ള വിചാരിച്ചിട്ട് കാര്യമില്ല.
ശരി, അമൽ കൃഷ്ണാണ്. എല്ലാവരും അനുഭവങ്ങളുള്ളവരാണ്. ഒരു തവണയെങ്കിലും പട്ടിയുടെ പേടിച്ച് ഓടാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ റഷീദ് ഉണ്ട് കൊയിലാണെങ്കിൽ. റഷീദ് പറയൂ. ശ്രീ റഷീദ് കേൾക്കാമോ? ഓ അതെ കേൾക്കാം. അതിരൂക്ഷമായ പേപ്പട്ടി ശല്യം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, വളരെ കാലങ്ങളായി ഈ പേപ്പട്ടിയുടെ ശല്യം ഉണ്ടായിട്ടുള്ളത്. തെരുവ് നായ്ക്കള് പ്രത്യേകിച്ചിട്ട്. പേപ്പട്ടി ആവുമ്പോഴേ അതിന് സ്ഥലകാല ബോധമൊന്നും ഉണ്ടാവില്ല. 10 ആളുകൾ പോയാലും 15 ആളുകൾ പോയാലും ആക്രമിക്കും അവർ. മറ്റുള്ള നായ്ക്കള്, നോർമൽ നായ്ക്കൾ അങ്ങനെ ആക്രമിക്കില്ല, ഒറ്റപ്പെട്ട ആക്രമണങ്ങളാണ് നടത്തുക. അപ്പൊ ഇത് പലപ്പോഴായി അധികാരികളുടെ മുൻപിൽ പറയുകയും അതിനായി പോവുകയൊക്കെ ചെയ്തിട്ടും അത് വേണ്ട വിധത്തിൽ അവർ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യം. കാരണം നമുക്കറിയാലോ, ഒരിക്കലും അതേപോലെ തന്നെ കൊച്ചുകുട്ടികളും രാവിലെ സ്കൂളിലേക്കും മദ്രസകളിലേക്കൊക്കെ പോകുന്നത് വളരെ ഭയപ്പാടോടുകൂടിയാണ്. അവരൊക്കെ ചിലയിടങ്ങളിലൊക്കെ രക്ഷിതാക്കളുടെ കൂടെ പോകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പം നാട്ടിലൊക്കെ ഉള്ളത്. എല്ലാ ഇടങ്ങളിലുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, എല്ലാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ തെരുവ് നായ്ക്കളുടെ ശല്യം വല്ലാതെയുണ്ട്. ഇപ്പോഴല്ല, പല സംസ്ഥാനങ്ങളിലും അത് പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി തന്നെ നേരിട്ട് ഇടപെടുന്ന സുപ്രീം കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു നിയമം കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നത്. സുപ്രീം കോടതി അത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ആക്രമണം വളരെ നന്ദി റഷീദ്. അദ്ദേഹം പറഞ്ഞ കൃത്യമാണ്. എല്ലായിടത്തും ഈ പ്രശ്നമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇടപെടലും വരുന്നത്. അരൂരിൽ നിന്ന് ഹാഷിം എന്ന പ്രേക്ഷകൻ. ശ്രീ ഹാഷിം പറയൂ. ഇവിടെ ഇപ്പൊ ഞാൻ ബൈക്ക് ഓടിച്ചു പോയപ്പം ഒരു വണ്ടിയുടെ മുട്ടിയിട്ട് ഞാൻ തെറിച്ചു വീണ് എന്റെ കൈ ഒടിഞ്ഞു. അപ്പം ഒരുപാട് വേസ്റ്റ് റോട്ടിൽ കൊണ്ടുവന്ന് തട്ടുന്നതാണ് മെയിൻ പ്രശ്നങ്ങൾ. അതെ, കൂട്ടമായിട്ട് ഇപ്പൊ വരാനൊക്കെ അല്ലെ? 10-15-20 പേരാണ് വേസ്റ്റ് കൊണ്ട് തട്ടുന്നത്. ഈ വേസ്റ്റ് മാലിന്യം ഒരു മുക്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ഗവൺമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പരിഹാരങ്ങൾ ഉണ്ടാവും. അല്ലാതെ വേസ്റ്റ് തട്ടുന്നവനല്ല പോലീസിൽ പിടിപ്പിക്കേണ്ടത്. ഈ വേസ്റ്റ് ഞങ്ങള് എല്ലാ ദിവസവും 100 രൂപ കൊടുക്കാൻ തയ്യാറാണ് എല്ലാ കടക്കാരും. പക്ഷെ അതിനൊരു പ്ലാന്റ് പണി എന്തെങ്കിലും വേസ്റ്റ് എടുത്തുകൊണ്ടാണ് സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും. അതെ, മാലിന്യ സംസ്കരണം കൃത്യമായി നടക്കണം. ഈ ഉള്ളവയെ കൃത്യമായി പിടികൂടി വന്ധീകരണം നടത്തുക, വാക്സിനേഷൻ നടത്തുക, ഇതൊക്കെയാണ് ചെയ്യാൻ കഴിയുക അല്ലേ? ഇല്ലാട്ടാ, ഒരുപാട് നന്ദിയുള്ള പട്ടികൾ ഒരുപാടുണ്ട്. എല്ലാവരും കുറ്റം പറയരുത് തെരുവ് നായ്ക്കളെ. 100 എണ്ണത്തിൽ ഒരു 2-3 ഉള്ളൂ ബുദ്ധിമുട്ടിക്കുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇപ്പോൾ വന്ധീകരണം നടത്തുക, വാക്സിനേഷൻ നടത്തുക, അവയും കൂടെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അല്ല കൊന്നുകളയെ ഇപ്പോൾ ഞാൻ പറയാം, അനുഭവങ്ങളുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു വൈകാരികമായി ഇതിനെല്ലാം കൊന്നുകളയെന്ന് പറയുമായിരിക്കും. പക്ഷെ അത് നമുക്ക് സാധ്യമല്ലല്ലോ. കൊല്ലാൻ പറയുന്നില്ല. ഇത്രയും നന്ദിയുള്ള ഒരു മൃഗം ലോകത്ത് എവിടെ ഉണ്ടാവില്ല. പക്ഷെ എല്ലാത്തിനും കൊല്ലാൻ പറയുന്നില്ല. എങ്കിലും ഈ മാലിന്യം ഒന്ന് ശ്രദ്ധിക്കുക ആളുകൾ ഇടുന്നതിൽ. ശരിയാണ്. വളരെ നന്ദി ശ്രീ ഹാഷിം. അദ്ദേഹം പറഞ്ഞ പോലെ നമ്മളെല്ലാവരും പലരും നായ്ക്കളെയൊക്കെ വളർത്തുന്നവരാണ്. അതിൻ്റെ ഒരു സ്നേഹമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അവയെ അങ്ങനെ കൊന്ന് ഇല്ലാതാക്കിക്കൊണ്ടത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്നതും ശരിയായ കാര്യമല്ല. അപ്പോൾ കൃത്യമായി ABC കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കൃത്യമായി നടക്കുക, തെരുവ് നായ്ക്കളെ കൃത്യമായി വന്ധീകരണം നടത്തുക, പെരുപ്പം കുറയ്ക്കാനുള്ള നടപടികൾ എടുക്കുക, വാക്സിനേഷൻ നടത്തുക. അതൊക്കെ ചെയ്താൽ തന്നെ വലിയ അളവിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയും. പക്ഷെ അതിന് അത്ര ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടൽ ചിലയിടത്തുണ്ടാകുന്നുണ്ടാവും. എല്ലായിടത്തും ഉണ്ടോ എന്നതാണ് ചോദ്യം. ഇപ്പോൾ കോടതിയുടെ ഈ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഉത്തരവ് അത് സംസ്ഥാന സർക്കാരുകൾ വളരെ ഗൗരവത്തോടുകൂടി കണക്കിലെടുത്ത് നടപ്പിലാക്കട്ടെ. അങ്ങനെ സുരക്ഷിതമായ ഒരു യാത്ര അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങിയാൽ പട്ടിയടിക്കുമെന്ന പേടിയില്ലാതെ നടക്കാൻ കഴിയുന്നൊരു അവസ്ഥയ്ക്ക് ഉണ്ടാകും.